ഉറപ്പായിട്ടും കേരളത്തിനോടൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, ഒരു വിധത്തിലും കേരളം ഏറ്റുവാങ്ങേണ്ടതില്ലാത്ത ഒരു ദുരന്ത സമീപനമാണ് ആദ്യഘട്ടത്തിൽ ഇന്നലത്തെ കത്തോടുകൂടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് സഹമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. സാധാരണ നിലയിൽ ഞങ്ങൾ ഇനിയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടോ എന്ന് ഇന്നലെ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു. കാത്തിരിക്കുന്നുണ്ട്. അതിന് രണ്ട് കാരണമുണ്ട്. IMCTയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉന്നതതല ആലോചന നടത്തും എന്ന് വീണ്ടും അദ്ദേഹം കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. 110 ദിവസം പിന്നിടുകയാണ്, 109 ദിവസം. ഇത്ര കാലമായിട്ടും ആലോചന നടത്താറായിട്ടില്ലേ എന്ന ചോദ്യം ബാക്കി നിൽക്കുകയും ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് സുമോമോട്ടോ എടുത്തൊരു കേസിൽ ഒക്ടോബർ 4 കോടതി കാണുമ്പോൾ കേരളത്തിലെ കോടതിയിൽ വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരളത്തിലെ അഭിഭാഷകനോട് കോടതി ആവശ്യപ്പെട്ടത് കേരളം ചോദിച്ച 3 കാര്യങ്ങളിൽ, ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിൽ ഇനി എത്ര നേരം വേണം നിങ്ങൾക്ക് വിവരം നൽകാൻ എന്നാണ്. ആ 3 കാര്യങ്ങൾ വളരെ പ്രസക്തവുമാണ്. കോടതി തന്നെ ആവർത്തിച്ചു പറഞ്ഞു. മേപ്പാടിയിലെ ചൂരൽമലയിലെ ദുരന്തബാധിത വാർഡുകളിലെ ദുരന്തബാധിതരായ ആളുകളുടെ ബാങ്കുകളിലുള്ള കടങ്ങൾ എഴുതി തള്ളാൻ സെക്ഷൻ 13 ദുരന്ത നിവാരണ ആക്റ്റിൽ നിലനിൽക്കുകയല്ലേ? എന്തിനാണ് നിങ്ങൾ മടിക്കുന്നത്? ഇനി എത്ര കാലം വേണ്ടിവരും? ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് അത് ഉദ്ധരിച്ചത് കേവലം ഒരു ചോദ്യത്തിൻ്റെ രൂപത്തിലല്ല. ഇന്ത്യൻ ഭരണഘടനയിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് ഭരണഘടനയുടെ വിവിധങ്ങളായിട്ടുള്ള സെക്ഷനുകൾ ഉദ്ധരിച്ചുകൊണ്ട്, വകുപ്പുകൾ ഉദ്ധരിച്ചുകൊണ്ട് കോടതി സെക്ഷൻ 13 നടപ്പിലാക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് കാലതാമസം? കോടതി ചോദിച്ച രണ്ടാമത്തെ കാര്യം, ആദ്യമായി കേരളം ചോദിച്ച L3 വിഭാഗത്തിൽപ്പെടുത്തി ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറായി കാണുന്നതിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ? കോടതി വളരെ സ്പെസിഫൈഡായി ചോദിച്ചു. സിക്കിം, ഹിമാചൽ, കർണാടക, തമിഴ്നാട്, അവസാനം ത്രിപുര, ഈ 5 സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത അഡീഷണൽ അസിസ്റ്റൻസ് എന്തുകൊണ്ട് കേരളത്തിന് കൊടുക്കുന്നില്ല? ഈ കാര്യങ്ങളിൽ എത്ര കാലം പിടിക്കും നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ? കോടതിയോട് അറ്റോർണി ജനറലിൻ്റെ പ്രതിനിധി ആവശ്യപ്പെട്ടിട്ടുള്ളത് 14 ദിവസമായിരുന്നു. ആ 14 ദിവസം ഒക്ടോബർ 18 കഴിഞ്ഞു. കോടതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകനൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം എപ്പോഴും 14 ദിവസമാണ് ചോദിക്കുക. എത്ര പ്രശ്നമുണ്ടെങ്കിലും 2 ആഴ്ച. കോടതി എല്ലാ വെള്ളിയാഴ്ചയും ഈ പ്രശ്നം കേൾക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒക്ടോബർ 4 കഴിഞ്ഞു, ഒക്ടോബർ 18 കഴിഞ്ഞു, ഒരുപാട് 2 ആഴ്ചകൾ കഴിഞ്ഞു. ഇന്നലെയും കോടതിയിൽ ഈ കേസുണ്ടായി. കോടതി വീണ്ടും ആവർത്തിച്ച് ഈ കാര്യം ചോദിച്ചു. കോടതിയുടെ ഈ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി, അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് പരമാവധി ഉത്തരം പറയാൻ വേണ്ടി ശ്രമിക്കാം. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു, എന്താണ് മറുപടിയെങ്കിലും ഈ മാസം തന്നെ അത് പ്രഖ്യാപിക്കാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കോടതി കൂടി ഇക്കാര്യത്തിൽ ഇടപെടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്തിന്, ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഫെഡറലിസത്തെ അംഗീകരിക്കുന്ന ഒരു രാജ്യത്തിന് ചേർന്ന നടപടിയായില്ല തമിഴ്നാടിനും കർണാടകയ്ക്കും കൊടുത്ത ദുരന്ത സഹായം. എന്തുകൊണ്ട്? തമിഴ്നാടിനും കർണാടകയ്ക്കും മാത്രമല്ല ആർക്കും ദുരന്ത സഹായം കൊടുക്കുന്നത് നല്ലതാണ്, അത് വേണം, എല്ലാവരെയും സഹായിക്കണം. പക്ഷേ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ദുരന്തത്തിൻ്റെ സഹായം കിട്ടാൻ തമിഴ്നാടിനും കർണാടകയ്ക്കും സുപ്രീം കോടതിയെ സമീപിക്കേണ്ട അനുഭവം ഇന്ത്യയിലുണ്ടായി. എത്ര അപമാനകരമാണത്! സുപ്രീം കോടതിയെ സമീപിച്ചാണ് അവർക്ക് പണം കിട്ടിയത്. ഇവിടെ ബഹുമാനപ്പെട്ട ആഭ്യന്തര സഹമന്ത്രി പറഞ്ഞ ഒരു കാര്യം, IMCTയുടെ പ്രപ്പോസൽ വരട്ടെ, സ്വാഭാവികമായിട്ടും മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം അവരുടെ പരിശോധന നടത്തിയതിൻ്റെ റിസൾട്ട് വരട്ടെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞാൽ അതൊരു ന്യായമാണോ എന്നൊറ്റ നോട്ടത്തിൽ ആളുകൾക്ക് തോന്നും. എന്നാൽ കൊടുക്കുന്നതിൽ വിരോധമില്ല എന്ന ആമുഖത്തോടു കൂടി തന്നെ ഞാൻ പറയട്ടെ, ത്രിപുരയിൽ IMCT ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം കാണാൻ, സംഭവങ്ങൾ പരിശോധിക്കാൻ ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ ത്രിപുരയ്ക്ക് ഒരു കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യത്തിൽ 40 കോടി രൂപ അഡീഷണൽ അസിസ്റ്റൻസായി പ്രഖ്യാപിച്ചത് അനുഭവങ്ങളിലൂടെ നമ്മൾ കണ്ടു. അപ്പോൾ എന്തേ കേരളം മാത്രം ഒരു കുറ്റം ചെയ്തു? ആവർത്തിക്കുന്നില്ല ഞാൻ. സിക്കിമിന് കിട്ടിയ പണം, ഹിമാചലിന് കിട്ടിയ പണം, കർണാടകയ്ക്ക് കിട്ടിയ പണം, തമിഴ്നാടിന് കിട്ടിയ പണം, ത്രിപുരയ്ക്ക് കിട്ടിയ പണം. കേരളത്തിന് ഈ പ്രവചനങ്ങളിൽ ഈ വിധത്തിൽ വരാൻ എന്തെങ്കിലും തടസ്സമുണ്ടായതായി കാണുന്നുണ്ടോ? സുപ്രീം കോടതി തന്നെ ബംഗാളിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട്
ഈ പ്രശ്നങ്ങളെ കൃത്യതയോടുകൂടി നോക്കി കണ്ടപ്പോൾ സെൻറ്ററും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷനെക്കുറിച്ച് സുപ്രീം കോടതി വിലയിരുത്തേണ്ടായല്ലോ. ബംഗാളിലെ കടുത്ത ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട്, പട്ടിണിയുമായി ബന്ധപ്പെട്ട്, അതായത് ധാന്യങ്ങൾ കിട്ടാത്ത പ്രയാസവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ മുമ്പാകെ വന്ന വളരെ നേരത്തെ വന്ന ഒരു കേസിൽ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് എങ്ങനെയാകണം എന്ന് സുപ്രീം കോടതി വിലയിരുത്തി. രണ്ട് കാര്യങ്ങളാണത് പറഞ്ഞത്. തികച്ചും ജൈവികമാകണം, സെൻറ്ററും സ്റ്റേറ്റും തമ്മിലുള്ള ബന്ധം ജൈവികമാകണം. രണ്ടാമത് സുപ്രീം കോടതി പറഞ്ഞത് വളരെ പ്രസക്തമായ കാര്യമാണ്. രണ്ടാമത് സുപ്രീം കോടതി പറഞ്ഞത് ആ ബന്ധം ജൈവികമാകണം എന്ന് മാത്രമല്ല, സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ളൊരു പ്രയാസത്തിൽ പെടുമ്പോൾ സെൻറ്ററിൻ്റെ റോൾ ഒരു ഗാർഡിയൻ ഏഞ്ചലിൻ്റെ റോളാണ്. സുപ്രീം കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുകയാണ്. ഒരു ഗാർഡിയൻ ഏഞ്ചലിൻ്റെ റോളാണ് യഥാർത്ഥത്തിൽ സെൻട്രൽ ഗവൺമെൻറ് നടത്തേണ്ടത് എന്ന് സുപ്രീം കോടതിയുടെ പരാമർശമുള്ള ഇന്ത്യയിൽ ബഹുമാനപ്പെട്ട ആഭ്യന്തര സഹമന്ത്രി കേരളത്തിൻ്റെ പ്രതിനിധിക്കുള്ള കത്തിൽ സൂചിപ്പിക്കുന്ന അപമാനകരമായൊരു കാര്യം, നിങ്ങൾ ചോദിക്കാതെ തന്നെ ഞങ്ങൾ കൂടുതൽ സൈന്യത്തെ വിട്ടു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങോട്ട് വന്നു, നമ്മുടെ രാജ്യത്തെ വിവിധങ്ങളായിട്ടുള്ള വിമാന സർവീസുകളെ നിങ്ങൾക്ക് തന്നു. ഈ ദുരന്തമുണ്ടായ മണിക്കൂറുകൾക്കകം STMA ഈ പ്രശ്നം സെൻറ്ററിനെ അറിയിച്ചു. ഞാൻ STMAയിൽ എൻ്റെ സാന്നിധ്യത്തിൽ ഞാനും കൂടി സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഗാർഡിയൻ ഏഞ്ചലായി പ്രവർത്തിക്കേണ്ട സെൻറ്റർ ഏതെങ്കിലും വിധത്തിലുള്ള സൈന്യത്തെ അയച്ചു എന്നതിന് പ്രത്യേകമായി എന്തെങ്കിലും കാണേണ്ടതുണ്ടോ? സത്യത്തിൽ ഇന്ത്യ രാജ്യത്തെ സൈന്യം നൽകിയിട്ടുള്ള സേവനങ്ങളെ, ഏറ്റവും സ്തുത്യർഹമായ വിധത്തിലുള്ളവരുടെ സേവനങ്ങളെ ഹൃദയത്തിൽ തൊട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിനോടും അതിൻ്റെ സൈന്യ വിഭാഗത്തിനോടുമുള്ള നന്ദി കേരളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും ക്യാബിനറ്റും അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോഴും ആലോചിക്കുന്നു, ആ ഓരോ ടീമിൻ്റെയും ലീഡർമാർ, ഋഷി മലയാളിയായിട്ടുള്ള ലീഡർ, അങ്ങനെ ഓരോ ടീമിൻ്റെയും ലീഡർമാർ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യക്തിപരമായി ഞങ്ങളെ. എങ്ങനെയുണ്ട് ഞങ്ങൾ പോകുന്നതിന് ശേഷം അവിടുത്തെ സ്ഥിതിവിശേഷം, മറികടന്നോ? ആ സൈന്യ വിഭാഗം അവിടുത്തെ ദുരന്തം കണ്ട് വളരെ പ്രയാസകരമായ വിധത്തിലുള്ള ആ ദുരന്തം കണ്ട് പോയിട്ടുള്ളതാണ്. പിന്നെ എന്തേ ഇങ്ങനെ ഒരു ധാരണ തോന്നേണ്ടത്?